ഹലോ ഗൈസ്, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ്. ഞാൻ ഇപ്പോൾ നാഗാലാൻഡിലാണ്. എനിക്ക് തോന്നുന്നു 19ാമത്തെ സംസ്ഥാനങ്ങളിലാണ് നാഗാലാൻഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കറക്റ്റ് ദിമാപൂരിൽ തന്നെയാണ്. ഞാൻ ഗുവാഹട്ടിയിൽ നിന്ന് ദിമാപൂർ വരെ ട്രെയിനിൽ വന്ന് ഇപ്പോൾ സമയം രാവിലെ 9:30 ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് കൊഹിമ പോവും. കൊഹിമയിൽ നിന്ന് പിന്നെ ട്രക്കിംഗ് ഉണ്ട്, ഒരു സുക്കു വാലി പറഞ്ഞിട്ട് ഒരു 2 day ട്രക്കാണ്. ചൂട് വൺ സൈഡ് ഒരു 6 hours 5 hours ഉള്ളൂ പറഞ്ഞ കേട്ടിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ നിന്ന്. ഇങ്ങനെ ഭയങ്കര സിറ്റി ആയതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ കുറച്ച് മാറിയിട്ട് ഒരു ഹൈവേയിൽ എത്തുവാണെങ്കിൽ അവിടെ ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുക. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് വണ്ടി കിട്ടി. ഫസ്റ്റ് വണ്ടി കൊഹിമയ്ക്കാണ് കിട്ടിയത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് കൊഹിമ. ഇതാണ് പയ്യാണ് പുള്ളി എന്തോ നമ്മുടെ നാട്ടിൽ പോലെ കരിക്കൊക്കെ കൊണ്ടുവന്ന വണ്ടിയാണ്. എൻ്റെ ബാഗ് കൂടെ വെച്ചേക്കാം. പുള്ളിക്ക് മലയാളം പുറത്ത് വരാൻ തോന്നുന്നു. അപ്പോൾ ഇനി കൊഹിമ എത്തിയിട്ട് അവിടുന്ന് സുക്കു വാലി അങ്ങനെ പോകുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തിയതാണ്. പുള്ളി ഇതാ ഒരു ചിപ്സൊക്കെ മേടിച്ചതെന്ന്. ഇതാണ് സ്ഥലം. ചുരം പോലെ ആട്ടെ സ്ഥലത്തൂടെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. കാണാൻ മലകളൊക്കെ. പുള്ളിയോട് എന്തിനോ ഇതോ മേടിക്കാൻ നിർത്തിയപ്പോൾ മേടിച്ചു പാവുണ്ടാവും. നമ്മളതാ കൊഹിമ വില്ലേജ് എത്തി. വില്ലേജല്ല, ഒരു സിറ്റിയാണ് കൊഹിമ. നമ്മുടെ കൊടൈക്കനാലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ വീടുകളൊക്കെ കാണാൻ ഇഷ്ടംപോലെ തട്ടിത്തട്ടായി. ഇവിടെ നിന്ന് ഞാൻ വിശ്വമ്മ എന്ന് പറഞ്ഞിട്ട് വേറൊരു വില്ലേജ് ഉണ്ട്, അവിടെ പോകണം. അവിടെ നിന്നാണ് സുക്കു വാലിയുടെ സ്റ്റാർട്ടിങ് വരുന്നത്. പാക്കറ്റ് കാണുന്നത് എന്താണെന്ന് അറിയാം, വിൽക്കാൻ വെച്ചേക്കാണ് കൊഹിമ മാർക്കറ്റിൽ. തവളയാണ് തവള. ഓ അയ്യോ, ഇതിനൊക്കെ എങ്ങനെ തിന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതൊക്കെ ഇവിടുത്തെ ഒരു പച്ചക്കറി മാർക്കറ്റാണ്. കാനാക്കിയില് ഹിന്ദി നെയ്യും മാലൂമേ സ്ട്രീറ്റ് ഫുഡ് ആട്ടോ അതൊക്കെ. ഇതൊക്കെ എന്താ സാധനമൊന്നും പോലും അറിയില്ല. അവിടുത്തെ തള്ള എന്നെ പേടിപ്പിച്ച് ആ വലിയ തവളയെ വെച്ച് എന്നെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചിക്കൻ്റെ കാര്യം തോന്നുന്നു ഒക്കെ. അയ്യോ ഗൈസ്, കൊഹിമേന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഹൗ മച്ച് കിലോമീറ്റർ ഫ്രം കൊഹിമ ടു 30 കിലോമീറ്റർ ലൈക്ക് ഗൈസ്. ഒരു 30 കിലോമീറ്ററാണ് പുള്ളി എനിക്ക് ലിഫ്റ്റ് തന്നത്. പുള്ളിക്ക് അത്ര ദൂരം പോകേണ്ട ആവശ്യമായിരുന്നില്ല, പക്ഷേ വണ്ടി കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എത്ര ദൂരം ആക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഇതാണ് ഗൈസ് നാഗാലാൻഡ് പീപ്പിൾ. അപ്പോൾ ഞാൻ അങ്ങനെ സുക്കു വാലിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ട്രെക്ക് ചെയ്ത് കയറാൻ പോവാം. ഗൈസ് സുക്കു വാലിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒരു ഹോം സ്റ്റേ ആണിത്. ഇനി പോകുന്ന വഴിക്ക് ഹോം സ്റ്റേ ഉണ്ടോ അറിയില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാൻ വെച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ 140 രൂപ ഒരു എഗ് ഫ്രൈഡ് റൈസിന് പറയുന്നത്. വേറെ വഴിയില്ല, ചിക്കൻ ഇല്ല ഇവിടെ, എഗ്ഗും വെജും ഉള്ളൂ. കിട്ടുന്ന കഴിച്ചിട്ട് കയറാൻ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ കിട്ടുന്ന കഴിച്ചിട്ട് ഇനി പോകുന്ന വഴിക്ക് എന്തെയുണ്ട് മേടിച്ച് അങ്ങനെ പോകാനാ. അപ്പോൾ ചെറിയൊരു ഹോം സ്റ്റേ ആണത്. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പായി കാണുന്നൊക്കെ ഇതൊക്കെ. ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു ഉച്ചക്കപ്പോൾ നാഗാലാൻഡ് എത്തി. ഉച്ചപ്പോൾ ഇവിടെ കൊഹിമയുടെ അടുത്ത് ഈ സുക്കു വാലിൻ്റെ ബേസ് ക്യാമ്പിൽ ഞാനൊരു 2 മണി ഒക്കെ ആയപ്പോൾ എത്തിയപ്പോൾ പിന്നെ ഭയങ്കര മടുപ്പുണ്ടായിരുന്നു. ഫുൾ രാത്രി ആയിട്ട് ഉറങ്ങിയിരുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രി. അപ്പോൾ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ ഇവിടെ 300 രൂപയ്ക്ക് സ്റ്റേ കിട്ടി. ഇതാണ് ഹോം സ്റ്റേ. ഒരാൾക്ക് 300 രൂപയേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ മുറി എനിക്ക് ഫുള്ളായിട്ട് കിട്ടി. ബാത്റൂം വരുന്നത് അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ഹോം സ്റ്റേ താമസിച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ സുക്കു വാലിയെ കുറിച്ച് കുറേ അറിഞ്ഞ്. ഇപ്പോൾ സുക്കു വാലി ട്രക്ക് വരുന്നത് നമുക്ക് 2 വഴി പോവാം. ഒന്ന് വിശ്വസ്മ എന്ന വില്ലേജ് വഴിയും സക്കാമ എന്ന വില്ലേജ് വരും. വിശ്വസ്മ വഴിയോടെ നമുക്ക് 8 കിലോമീറ്റർ ജീപ്പ് കിട്ടും. അത് ജീപ്പിന് 1500 രൂപയാണ് ആവുന്നത്. അപ്പോൾ ഞാൻ ഒറ്റക്കാട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. ഷെയറിന് ആളെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ നടക്കാമെന്ന് വിചാരിച്ച് 8 കിലോമീറ്റർ നടന്നിട്ട് പിന്നെയും 10 കിലോമീറ്റർ നടക്കണം. ടോട്ടൽ 18 കിലോമീറ്ററാണ് ട്രക്ക് 1 വേ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ പോയിട്ട് ഞാൻ അവിടെയായിരിക്കും താമസിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഫോൺ ചാർജ് മര്യാദയ്ക്ക് നിൽക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ ക്ലിപ്സ് ഞാൻ എടുക്കാൻ പോകുന്ന വഴിക്കല്ല, ബാക്കിയൊക്കെ അവിടെ എത്തിച്ചിട്ട് കുറേ ക്ലിപ്സുകൾ എടുക്കാനുണ്ട്. അങ്ങനെ എടുക്കുന്നില്ല, ഞാൻ ഓവർ എടുക്കുന്നില്ല, കുറച്ച് എടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും രാൽകറിയൊക്കെ, പിന്നെ ചായയും ഒരു മുട്ട പുഴുങ്ങിയതും വാങ്ങുന്നുണ്ട്. പ്രോട്ടീൻ വേണ്ടേ, പ്രോട്ടീൻ. ഞങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ടാക്കി നടക്കുവാണ്, തുടങ്ങിയതേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു ജീപ്പൊക്കെ വരുന്ന കാണാം. നമുക്ക് ഒച്ച വെക്കുന്നുണ്ടാവും. ഇതാ സാധനം. ഇതൊരു 6 പേരുടെ ഗ്രൂപ്പാണ് ഈ ജീപ്പ്. അവർ പോവാ.
ഇവരേക്ക് ലിഫ്റ്റ് വന്ന് ഞാൻ എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ നമ്മളാണ് ഇവിടെ കാസാമി ബ്രദേഴ്സ് ഭയ്യ ഹൈമോൻ അവരെ അപ്പൊ ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്ര നടന്നു പോകുന്ന വഴിക്ക് ഒരു ലിഫ്റ്റ് കിട്ടി. താങ്ക് യു ഭയ്യ സോ മച്ച്. അപ്പൊ നമ്മൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സുക്കു വാലി എന്തൊക്കെ ഉണ്ട് കാണാം. ഇതാണ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ എൻട്രി പാസ് എടുക്കണം. ഒരാൾക്ക് എത്രയാണെന്ന് അറിയില്ല. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇവിടുത്തെ പാസ് എടുക്കണം എന്നാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എടുത്തില്ലെങ്കിൽ സീനാണ്. ഈ മേളിൽ പോയി ചോദിച്ചാൽ പിന്നെ ഊമ്പലാവും. അപ്പോൾ അത് എടുക്കണം. ഇനി ഇവിടെ 100 രൂപ കൊടുത്ത്. ഇപ്പോൾ പാസ് വരുന്നത് 120 രൂപയായി. 20 രൂപ എന്താ സാനിറ്റേഷൻ പെർമിറ്റോ, പിന്നെ ഇത് 100 രൂപ. പൈസ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. പൈസ ഇവിടെ വാലി തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ പൈസ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇതാവോ എന്തോ ഇനി മേളിലെത്തി ഇനിയും പൊട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവർ ലിഫ്റ്റ് വന്ന് ഇനി ഇവർ ഇനി പൈസ പിടിക്കുമെന്ന് അതും അറിയില്ല. എന്തായാലും നടക്കുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് വെച്ച് കാണാം. ഇപ്പം 214 എന്നാലും കുഴപ്പമില്ല. ലാഭം തന്നെയാണ്. കാരണം ഇത്രയും പേരുണ്ടല്ലോ. ഞാൻ നേരത്തെ എനിക്ക് കിട്ടിയപ്പോൾ ഇത്രയും 375 ഷെയറിങ് കിട്ടിയത്. അല്ലെങ്കിൽ 1500 കൊടുക്കണം. 1500 370 കൊടുക്കുന്നതിനായിട്ട് വേറെ 240 214 കൊടുക്കുന്നതാണല്ലോ. പിന്നെ 8 കിലോമീറ്റർ നടക്കുകയും ചെയ്യണ്ട. അപ്പൊ ലാഭമാണ്. നമ്മളതാ പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയാണിത്. വ്യൂ ഒക്കെ കണ്ടില്ലേ? വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തോന്നുന്നു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭാഷയത്തെ ബോർഡൊക്കെ കാണാം. ഇവിടുത്തെ ഭാഷയത്തെ ബോർഡാണ്. ഞങ്ങൾ ജീപ്പിന്റെ പോയിന്റ് എത്തി. ഇവിടെയാണ് ജീപ്പിന്റെ പോയിന്റ്. ഇവിടുന്ന് ഇനി ഈ വഴി ഇനി നടക്കണം. ഏകദേശം 8-9 കിലോമീറ്റർ നടക്കണം ഇനി ഈ വഴി കൂടെ. വണ്ടി എടുക്കുന്ന ലാഭം എനിക്ക് തോന്നുന്നു. ഞാൻ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ. 9 മണിക്ക് കയറിയിട്ട് ഇപ്പോൾ സമയം 9:56. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35-40 മിനിറ്റ് ജീപ്പ് ട്രക്കിങ് തന്നെയായിരുന്നു. 10 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ ഇടയ്ക്കൊന്ന് എന്താ പറയുക പാസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ജീപ്പ് തന്നെയാണ് ലാഭം. അല്ലെങ്കിൽ ഞാൻ നടക്കേണ്ടി വരുമായിരുന്നു. 214 രൂപ ആയുള്ളൂ. അപ്പോൾ ലാഭം തന്നെയാണത്. ഈ നടക്കണം. ഇനി നടക്കാൻ തുടങ്ങി അങ്ങനെ. അപ്പോൾ വേറെ വഴിയും കൂടി ഉണ്ട് ഇവിടെ. അത് ഇച്ചിരി സ്ലിപ്പറിയാണെന്ന് പറഞ്ഞത്. പക്ഷെ വേഗം എത്തും. അപ്പോൾ എനിക്ക് അതിലേ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ ഇവർക്കും പേടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൽ തന്നെ പോകാൻ വിചാരിച്ച്. ഇതാണ് മെയിൻ വഴി. ഇതിലേ വണ്ടിയൊക്കെ പോവും. ഞങ്ങൾ വന്ന വണ്ടി പോവില്ല. പക്ഷെ ചെറിയ ചെറിയ ജീപ്പൊക്കെ ആണെങ്കിൽ പോവും. പക്ഷെ അലൗഡ് അല്ലാന്നൊക്കെ പറയുന്നത്. ഏതോ തൃശ്ശൂർ ഗഡികൾ ഇവിടുത്തെ തൃശ്ശൂർ പൂർ എന്നൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്തേക്കുന്നത് ട്രക്കിങ്ങിനിടയ്ക്ക്. ആ സുക്കു വാലി ഞാൻ എൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കാം അവിടെ. എൻ്റെ സ്റ്റിക്കറും ഇവിടെ ഒട്ടിച്ച്. അപ്പം ഇതാ ഇതിലേ പോകണം. ഇവിടെ ഇത്ര നേരം വന്ന ഈ വഴി. ഇതാ വെയിറ്റ് ഡുസൂക്ക കാണാം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം. ഇപ്പോൾ ഫുള്ള് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഭയങ്കര പാടാണ്. ഭയങ്കര 40 ഡിഗ്രി 45 ഡിഗ്രി 50 ഡിഗ്രി അടുത്തുണ്ട്. പയ്യപ്പയ്യ നടന്നില്ലെങ്കിൽ പണിയും കിട്ടും. ഇങ്ങനെ പോകണം ഇനി മേലോട്ടേക്ക്. പൈസ് നമ്മളിതാ ഇത്രയും നടന്ന് ഇനി ഇങ്ങനെ പോകണം. കുറച്ച് എന്ന് വെച്ചാൽ പയ്യെ നടന്നാൽ വലിയ സീനില്ല. നമ്മൾ വേഗം നടന്നാൽ നമ്മൾ തെന്നടിച്ച് വീഴുവോ തെന്നൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്തോണ്ട് പയ്യെ പോകണം. ഇവരാണ് ഭയങ്കര സ്ലോ ആണ്. സ്ലോ ആകാൻ കാരണം അവരൊന്നാമത് സ്മോക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വാസം വലിയൊക്കെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ അത് ട്രക്ക് ചെയ്ത് ശീലമില്ലാത്തവരാണ്. പിള്ളേരും ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. പയ്യപ്പേ പോയാൽ തിരക്കൊന്നുമില്ല. നമുക്ക് സ്പീഡ് എടുത്ത് പോയാൽ നമുക്കും കേടാം. കാരണം എന്തെങ്കിലും പറ്റിയാൽ ആരുമില്ല. അവിടുന്ന് നമ്മളെ കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടാവില്ല. ചുമക്കാൻ പോലും ആരും ഉണ്ടാവില്ല. കാരണം ഫുള്ള് നടന്നു തന്നെ വരുള്ളൂ ഇവിടെ. ഗൈസ് ഇതാ കുറച്ച് നടന്നത് വ്യൂ പോയിൻ്റ് സ്ഥലത്ത് എത്തിയേ. ഞാൻ ഇപ്പോൾ ഇതിലേ നടന്നു വന്ന് ഇതിലേ നടക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം. വ്യൂ നോക്ക്. രസമുണ്ടല്ലേ? ഉണ്ടോ? അതൊക്കെ തോന്നുന്നു. അതാണ് തോന്നുന്നു കൊഹിമ കാണുന്നത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. കുറേ ചെറ്റകൾ തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ വേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ച് നശിപ്പിക്കുന്നതാണല്ലേ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പറയാലോ വേസ്റ്റ് ഓട്ടം കാണാം. ഇതാ കണ്ടില്ലേ? ഇഷ്ടം പോലെ വേസ്റ്റ് ഓട്ടം ഉണ്ട്. പോകുന്ന വഴിക്കത്താ അവിടെയൊക്കെ കാണാം നമുക്ക്. അവിടെ ഒന്നും ഈ കളിക്ക് ഇടാൻ പറ്റില്ല. പോകുന്ന നടക്കുന്ന വഴി തന്നെ ഇടണം. ഈ ഭംഗിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ. നമ്മളിതാ ഫോറസ്റ്റ് ടെറയും കഴിഞ്ഞ് നടക്കുന്ന വഴിയുണ്ടോ? അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് സ്ഥലത്തെത്തി. ഇതിലേ സൂക്ഷിച്ച് കണ്ടൊക്കെ പോകണം. നല്ല തെന്നലുണ്ട് കൈസ്. എനിക്ക് എന്താ എൻ്റെ ഷൂ എനിക്ക് തോന്നുന്നു
ട്രക്കിംഗ് ഷൂ എല്ലാം തോന്നുന്നു. നല്ലോണം ഞാനൊന്ന് തെന്നിയടിച്ച് വീണ് മേത്തൊക്കെ ചെറിയൊക്കെ ആയി. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്, ചെറിയ വീഴ്ച ആയതുകൊണ്ട്. എന്നാലും ഷൂവിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. തെന്നുന്നുണ്ട് നല്ല പോലെ. ഇത് മഴയും പോയി ചെയ്തോണ്ടേ ഇത് നല്ല രസമുണ്ടല്ലേ വ്യൂ ഒക്കെ നോക്ക്. അയ്യോ നമ്മളിതാ കുറച്ച് ടോപ്പിലെത്തി. ഇവിടുന്ന് ഈസിയാണെന്നാണ് പറയുന്നത്. ഈ വഴിതൊക്കെ നോക്ക്. ഓ അന്ന് ഈസിയാണെന്നാട്ടോ പറയുന്നത്. ഇതൊരു ട്രക്കിങ് കഴിഞ്ഞ് പോകുന്ന ടീമാണ് ഞങ്ങൾ. അറിയോ അത് കണ്ടോ? ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അവിടെ വരെ നമ്മൾ വണ്ടിയിൽ വന്നു. അവിടുന്ന് നല്ല കാറ്റാട്ടോ, കേൾക്കുന്നുണ്ടോ അറിയില്ല. എനിക്ക് പറക്കുന്ന പോലെ പറ്റത്തിങ്ങനെ ഇരിക്കുക ഇവിടെ. ഇനി ഇവിടുന്ന് ഈസി ആട്ടോ. ഇനി വലിയ പുത്തരം വന്നാൽ ഇന്ന് കുഴപ്പം. ഇനി ഇവിടുന്ന് ഈസിയാണെന്നാണ് പറയുന്നത്. ഒരു മണിക്കൂർ 2 മണിക്കൂർ അതിനുള്ളിലെത്തും. ഞാൻ തിരിച്ച് ഇറങ്ങിയാലും ആലോചിക്കുക, അവിടെ എത്തിയിട്ട് നോക്കണം. നമ്മളിപ്പോൾ അതാ ബാംബൂസിൻ്റെ ഇടയിൽ കൂടെ നടക്കുവാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇതേപോലെ വലിയ ബാംബൂസ് ഉണ്ടാവും, ഇടയ്ക്ക് ഇതേ ചെറുത്. നോക്ക് വ്യൂ അവിടെ കണ്ടോ? രസമല്ലേ അവിടെ കാണാൻ? ഇതൊക്കെ നമുക്ക് കാട് പിടിച്ച പോലെ. ഇതൊക്കെയാണ് നടക്കുന്ന വഴി. വലിയ ഇഷ്യൂ ഇല്ല. ഇനിയിപ്പം വലിയ സിമ്പിളാട്ടോ, വലിയ പാടൊന്നുമില്ല. പ്ലെയിനാണ്, വേഗത്തുനിന്നൊക്കെയാണ് പറയുന്നത്. നല്ല രസമുണ്ട് ഇവിടെ നടക്കാനൊക്കെ, തണുത്ത കാറ്റും ഇതൊക്കെ ആയിട്ട്. കേട്ടോ ഗൈസ്, ഞാൻ പറഞ്ഞ ഇടയിൽ കൂടെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടില്ലേ. ആ കാണുന്ന സ്ഥലം കണ്ടോ? അവിടുന്ന് ആണെന്ന് തോന്നുന്നു ഞാൻ നടന്നു വന്നത്. ഇവിടെ വരെ എത്തി. എനിക്കൊന്ന് 11:30 തുടങ്ങിയ ട്രക്കിങ് കഴിഞ്ഞാൽ 12:38. ഇനിയുണ്ട് കുറേ നടക്കാൻ, പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്താനായെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മടുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ മടുപ്പില്ല. കാരണം ഫുള്ളും ഇതേപോലെ പ്ലെയിൻ ആയതുകൊണ്ടേ ഇപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ ഇറക്കമില്ലാത്തതുകൊണ്ട് മടുപ്പില്ല. നടന്ന് മടുത്താലുള്ളൂ. ഇതുവരെ ഫുൾ ഓക്കെയാണ്. ആ ഫോറസ്റ്റ് കഴിഞ്ഞതോടെ ഫുൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ നമുക്കത് വൃത്തിക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ സുക്കു വാലി എത്തി. ഇവിടെ കുറേ ടെൻറ്റൊക്കെ കാണാം. ഇത് ഏതിൻ്റെ ടെൻറ്റ്? പാർ പോടാന്ന് പറഞ്ഞ് ചെയ്ത ടെൻറ്റാണ്. ഇതേപോലെ വീടും കാര്യങ്ങളൊക്കെ. എനിക്ക് രസമുണ്ടല്ലേ അവിടെ? മഞ്ഞ കളർ നല്ല ടെൻറ്റ്. കാറ്റൊക്കെ നോക്ക്. നമ്മളങ്ങനെ നല്ല കാറ്റാ ഗൈസ്. എൻ്റെ അമ്മ പറഞ്ഞൊന്ന് കേൾക്കുകയാറിയാ, അമ്മാതിരി കാറ്റാ. അയ്യോ, ഇതൊക്കെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ സോളാറാണ് തോന്നുന്നു കറണ്ടൊക്കെ. ഇതാ ഗൈസ് സുക്കു. ഈ കാണുന്നതാണ് സുക്കു വാലി. ഇവിടെ നിന്ന് ഞാൻ പോകണം. നമുക്ക് ഇവിടെ വരെയാണ് മിക്ക ആൾക്കാരും വരല്. പക്ഷേ കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഒരു കുരിശ് കാണാൻ ഒരു ഏട്ടൻ പറഞ്ഞത് എന്നോട്. കുരിശിൻ്റെ അവിടെ പോയിട്ട് 360 കിട്ടുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞത് ഈ സുക്കുവിനെ കാട്ടുകാർ. ഇതാണ് അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ. ഇതാണ് ഇവിടുത്തെ പൈസയുടെ വില. കണ്ടില്ലേ? തലേനിക്ക് 100, ഓരോന്നിനും 3000 രൂപ ഒരു എന്താ കോട്ടേജ് വിത്ത് 3 പേഴ്സൺ. നല്ല വിലയുണ്ട്. ചായ മാത്രമേ ഉള്ളൂ 30 രൂപയ്ക്ക്. ബാക്കി ഫുഡിനൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ട് നോൺ ടെൻറ്റ് പിഞ്ചിങ് സ്വന്തമായിട്ട് ടെൻറ്റ് പിച്ച് ചെയ്യണമെങ്കിൽ 500 രൂപ. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് അതിന് വന്നേ കുറേ ഉണ്ട്. അവിടുന്ന് വന്ന് നമ്മൾ ഇവിടെ എത്തി. ഞാൻ പിന്നെ ബാഗ് അവിടെ വെച്ചേക്കാം. ബാഗ് വെച്ച് അവിടെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഇങ്ങനെ എത്തി. ഇനി വന്ന വഴി തന്നെ പോയി കുറച്ചങ്ങോട്ട് വഴിയാണ്. ഇനി ഇതിലേ ഇങ്ങനെ ഇറങ്ങി പോകണം. ഇതിലേ കുരിശിൻ്റെ അവിടെ എത്തും. ഇവിടെയാണ് അവിടെ എത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ.
കണ്ടോ ഇവിടെ. അപ്പോൾ എത്തോ ഇല്ലയോ നമുക്ക് നോക്കാം. നടക്കുക തന്നെ, ഒറ്റയ്ക്കാണ്, വഴിയില്ല. അവിടെ എത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് തിരിച്ച് ഇറങ്ങണമെന്നുണ്ട്. കാരണം ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരു 500 രൂപ നമുക്ക് കയ്യിൽ നിന്ന് പൊട്ടും. എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് ഇപ്പോൾ കയ്യിലുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 380 സംതിങ് ആണ്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇറങ്ങുവാണെങ്കിൽ തന്നെ വൈകിട്ട് ഒരു 7 മണി ആകുമ്പോഴേക്കും പകുതി ദൂരം വരെ എത്താം. പകുതി ദൂരം എത്തിയാലും പിന്നെ സീനില്ല ഓർക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും കാട്ടിലല്ല ഇതേപോലെ റോഡ് പോലെ എത്തും. ഇങ്ങനെ ഓഫ് റോഡ് പോകാത്ത റോഡ് അവിടെ കടന്നുറങ്ങാമെന്ന് നോക്കാം. ആദ്യം നോക്കട്ടെ എന്താകുമോ എന്തോ. നമ്മളാ കുരിശ് കാണാൻ സെറ്റപ്പൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് നല്ല ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഒറ്റയ്ക്ക് ഇപ്പോൾ ആരുമില്ല. മലപ്പുഴ അടിപ്പിക്കാൻ താഴ്ത്തോടെ ചെറിയ നദിയൊക്കെ ഓടുന്നുണ്ട്. ഗൈസ് നമ്മളത് ആ പള്ളിയല്ല ആ കുരിശിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഇത്രയും ദൂരം ഉള്ളു ഇനി. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, നല്ല രസമില്ലേ നമുക്ക്. ഇതിലേ വന്നതാണ് ഞാനിപ്പോൾ. ഞാൻ കുരിശിലോട്ട് ഇങ്ങനെ നടക്കുക. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കണ്ടില്ലേ. ഇവിടുന്ന് ആൾക്കാരങ്ങനെ എത്താത്തതുകൊണ്ടൊക്കെ ഇത്രയും വൃത്തിയിലിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വെള്ളമൊക്കെ. നമുക്കിതാ പോകുന്ന ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇതെന്താ സംഭവം എനിക്കറിയില്ല. നമുക്കതാ കുരിശ് അവിടെയാണ്. ഇവിടെയാണ് വഴി. ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലെ നടക്കുന്നത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അയ്യോ കുരിശ് വേണ്ടില്ല അവിടെ. നടക്കുന്ന വഴി ഇതാണ് വഴി. അയ്യോ അയ്യോ നടന്നുകൊണ്ടിരിക്കുക. ഗൈസ് എത്തിയെന്ന് തോന്നുന്നു. ഇത് ഒരുമാതിരി കയറ്റായിപ്പോയി. എത്തി ഗൈസ്. ഇതാണ് കുരിശ്. എൻ്റെ അമ്മ മടുത്ത് നടന്നെൻ്റെ. ഇവിടുന്ന് വ്യൂ നോക്ക്. കാണിച്ചതന്നെ ഞാൻ പൊക്കിയിട്ട്. ഞാൻ ഈ സ്ഥലം കണ്ടില്ലേ, ഈ ഒരു സ്ഥലമാണ് സത്യം പറയാ പിന്നെ നല്ല തൊട്ട് ഇവിടെ വരെ വരുന്നതാണ്. ആ കുരിശ് വരെ പോയിട്ട് കാര്യമില്ല, കയറാൻ കുറച്ച് പാടാ. കുറച്ചങ്ങോട്ട് പോയാൽ ചെറിയ അരുവ കാണാം ഈ ഭാഗത്തൊക്കെ ആയിട്ടായിട്ട്. ഈ കല്ല് കണ്ടോ, ഈ കല്ലിൻ്റെ കാലത്ത് അവിടെ നിങ്ങൾ പോയിക്കോ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഭയങ്കര പാടാണ് കയറാൻ. മേളിലൊന്നും പ്രത്യേകിച്ച് ഇല്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ കല്ല് വരെ, ഈ കാണുന്ന കല്ല് വരെ, അല്ലെങ്കിൽ ഇതാ ഇവിടെ വരെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് ഇവിടെ നല്ല വ്യൂ പോലും മേളിൽ നിന്നില്ല. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ ഗൈസ്. ഞാൻ സുക്കു വാലിയിൽ നിന്ന് ഞാൻ ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. ലൈക്ക് ഒരു ദിവസം താമസിക്കാൻ 200 രൂപ ഇവർ മേടിക്കുന്നത്. പിന്നെ ഫുഡിനൊക്കെ ആണെങ്കിലും മുടിഞ്ഞ പൈസ 300 രൂപ 350 രൂപയൊക്കെ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ തന്നെ എനിക്കെടുത്തത് സുക്കു വാലി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബേസ് ക്യാമ്പ് വരെ എനിക്ക് എടുത്ത് 3 മണിക്കൂർ. സമയം 3 മണിയായി. ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ ഒരു 6 മണിക്കാകുമ്പോഴേക്ക് അവിടെ എത്താം. ഇവിടെ ഇഷ്യൂ എന്താ വെച്ചാൽ വേഗം ഇരുട്ടാവും. 6 മണി ആകുമ്പോഴേക്കും ഒരു 5:30 ആകുമ്പോഴേക്കും ഫുൾ ഇരുട്ടാവും. അപ്പോൾ
ഇപ്പം നടക്കുന്ന വഴി വലിയ സീനില്ല, പക്ഷേ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് കൂടെ ഇരുട്ടായാൽ പിന്നെ നടക്കൂല, തെന്നലും ഇതാക്കലൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇറങ്ങി തിരിച്ചഞ്ഞ് അവിടെ നിൽക്കുന്നതിനെക്കാട്ടും പേതോ ഇറങ്ങാൻ തന്നെയാണ്. താഴത്ത് പോയാൽ നല്ല ഫുഡെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പോവാ ഗൈസ്. ഞാനതാ ഇവിടെ എത്തി. സത്യം പറയാൻ ഞാൻ രാത്രിയാണെന്ന് വിചാരിച്ചത്, പക്ഷെ വേഗം എത്തി കേട്ടോ. അപ്പോൾ അതാ പിന്നെ പോകുന്ന വഴിക്ക് വെച്ച് ഞാൻ ഇവരെ കണ്ട്. അപ്പോൾ ഇവരുടെ ജീപ്പാണിത്. അപ്പോൾ ഇവരെ എനിക്ക് കൊഴിമാരാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമുണ്ട്. ഞാൻ എനിക്ക് കയറാൻ അത്യാവശ്യം ടൈം എടുത്തില്ല, ഇറങ്ങാൻ അധികം ടൈം എടുത്തില്ല. ഇപ്പോൾ സമയം നോക്കട്ടെ, 4:40 ഞാൻ 3:15 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ അപ്പോഴേക്ക് എത്തി ഞാൻ. പക്ഷേ കയറാൻ നേരത്തെ എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ എടുത്തു. പക്ഷേ ഇറങ്ങുമ്പോൾ അത്ര എടുത്തില്ല. അവിടെ താമസിക്കാത്ത എത്രയോ നന്നായി ഗൈസ്. ഞാൻ ഒരു ദിവസം ട്രക്ക് തീർത്ത്. അപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലമില്ലേ, അവിടെ വീണ്ടും വന്നേ. 300 രൂപയ്ക്ക് ഇന്നലെ താമസിച്ചത്. അപ്പോൾ എന്നാ ചോദിച്ചേക്ക് ഞാൻ പുറത്ത് കിടന്നോട്ടെ, എൻ്റെ ടെൻ്റ് ഉണ്ട് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു 100 രൂപ തന്നോ അതിൽ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ലാഭമല്ലേ, 100 രൂപയ്ക്ക് റൂമല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്നെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ എത്തി കയറി ഉറങ്ങണം ഗൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ഇന്നൊരു 16 കിലോമീറ്റർ ട്രക്ക് ചെയ്തതാണ്. 16 കിലോമീറ്റർ. അപ്പോൾ ഇനി കടന്നുറങ്ങി. എത്ര ലാഭം ഉണ്ടായി. 200 രൂപ കൊടുത്തെങ്കിൽ 200 രൂപയ്ക്ക് 10 കിലോമീറ്റർ ജീപ്പ് ഓഫ് റോഡ് കിട്ടി. അതുപോലെ തന്നെ 200 രൂപ ബാക്ക് തിരിച്ചും കൂടെ 8 കിലോമീറ്റർ ഫ്രീ ആയിട്ട് ലിഫ്റ്റും കിട്ടി. എന്തോ ഭാഗ്യമുണ്ട്. ഇതാണ് ഗൈസ് റൂം. അയ്യോ കറണ്ടില്ലാന്ന് തോന്നുന്നു. അതാ എന്നാൽ എന്തായാലേ ഹോം സ്റ്റേത്തെ എഗ് ഫ്രൈഡ് റൈസ് ഗൈസ്. ഒരു സുഖമുണ്ട്, എന്താണെന്നറിയില്ല. കാലൊക്കെ നല്ല വേദനയുണ്ട് ചെറുതായിട്ട്. എനിക്ക് തോന്നുമ്പോൾ 18-20 കിലോമീറ്റർ നടന്ന് തിരിച്ചിറങ്ങി കുളിച്ച് ഡ്രസ്സൊക്കെ ഉണക്കിയിട്ട് ഫുഡും കൂടെയും കിട്ടിയപ്പോൾ ഒരു സുഖമുണ്ട് ഗൈസ്. ഇതാണ് സ്വർഗം. ഇനിയിപ്പോൾ ഇവിടെ കടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് ഇനി മേഘാലയയിലോട്ട് പോകണം. ലിഫ്റ്റ് അടിച്ച് തന്നെ. എനിക്ക് മണിപ്പൂർ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ മണിപ്പൂർ ഈ ഭയങ്കര പ്രശ്നമൊക്കെ കേട്ടപ്പോഴും പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് പോകണ്ടെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തീരെ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ മണിപ്പൂർ പോകുന്നില്ല. പിന്നെ അടുത്ത മേഘാലയ. ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈ.